ഈ സന്ദീപ് വാര്യർ, ഇപ്പോൾ അനീഷിന്റെ മരണത്തിന് ശേഷം കൂടുതൽ BLOമാർ പ്രതികരണവുമായി രംഗത്ത് വന്നു. ഇന്നിപ്പോൾ നമ്മുടെ ചർച്ചയിൽ തന്നെ ഒരു വനിതാ BLO പങ്കെടുക്കുകയാണല്ലോ. എങ്ങനെയാണ് അവരുടെ ഒരു ദിവസം കടന്നു പോകുന്നത്? കഴിഞ്ഞ 10 ദിവസമായി കടന്നു പോകുന്ന സാഹചര്യമാണ് വിവരിക്കുന്നത്. അവരുടേതല്ലാത്ത വാർഡിലേക്ക് വരെ പോകേണ്ടി വരുന്നു. രാത്രി സമയം സഞ്ചരിക്കേണ്ടി വരുന്ന സാഹചര്യം. ഇപ്പോൾ എല്ലായിടത്തും തെരുവ് നായ്ക്കളുടെ ആക്രമണമുണ്ട്. അതും അവർ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ പല പല സംഘർഷങ്ങളിലൂടെയാണ്. അതല്ല അത് വീടുകളിലേക്ക് പോയാലോ പല വീടുകളും സഹകരിക്കാത്ത സാഹചര്യം, ഇവർ വന്ന് ഗേറ്റ് തുറന്നു തരാതെ അകത്തേക്ക് കയറ്റാതെയുള്ള സാഹചര്യം, അത്തരം അപമാനങ്ങൾ എല്ലാം നേരിടുന്നുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ ഇനി ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ വിഷയത്തിൽ SIRമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല എന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ കാര്യങ്ങൾ നടക്കുന്നില്ല. സ്മൃതി, ബഹുമാന്യായിട്ടുള്ള ആ BLO സഹോദരിയുടെ വാക്കുകൾ കേട്ടിട്ട് വസ്തുത്തിൽ വലിയ വിഷമവും ദുഃഖവും ഒരു രോഷവും ഒക്കെയാണ് എനിക്ക് തോന്നിയത്. ഒരുപക്ഷെ നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇത് കേരളത്തിലെ പൊതുമനസാക്ഷി റിപ്പോർട്ടർ ചാനലിലൂടെ കേട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വാസ്തവത്തിൽ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഈ ഡൽഹിയിലും അതുപോലെ തിരുവനന്തപുരത്തുമൊക്കെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിലിരിക്കുന്ന ഗോസായിമാർ AC റൂമിലിരുന്ന് ഇടുന്ന ഉത്തരവുകൾ ഗ്രൗണ്ട് ലെവലിൽ ഫീൽഡിൽ നടപ്പാക്കേണ്ട ഈ പാവപ്പെട്ട സ്ത്രീകൾ അടക്കമുള്ളവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അത് സംബന്ധിച്ച് ഇവർക്ക് എന്തെങ്കിലും ഒരു ബോധ്യമുണ്ടോ, എന്തെങ്കിലും ഒരു കരുതലുണ്ടോ, അല്ലെങ്കിൽ അവർ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ടോ? അവർക്ക് തോന്നുന്ന ഒരു ദിവസം കലണ്ടറിൽ രേഖപ്പെടുത്തി ഉത്തരവുകൾ ഇങ്ങനെ ഓരോ ദിവസം ഇട്ട് ഇവരെ ഭയപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തുക, ടാർഗറ്റ് നിശ്ചയിച്ചു കൊടുക്കുക, അവരെ സമ്മർദ്ദത്തിലാക്കുക എന്നതിലുപരിയായി ഇതെല്ലാം പ്രായോഗികമാണോ എന്ന് ഒരു നിമിഷമെങ്കിലും ഇവർ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഈ BLO സഹോദരിയുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാവും അവർ വയനാട് നിന്നാണ്. വയനാട്ടിൽ കേവലം തെരുവ് നായയുടെ ശല്യം മാത്രമല്ല, അവിടെ ഈ വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ കൂടിയുള്ള മേഖലയാണ്. വലിയ ഒരു ജീവന് തന്നെ അപകടം വരാവുന്ന സാഹചര്യങ്ങൾ അവിടെയുണ്ട്. കേരളത്തിൻ്റെ മറ്റു പല മേഖലകളുണ്ട്. ഞാൻ മറ്റൊരു കാര്യം കൂടി ചിന്തിച്ചത്, ഇപ്പോൾ കേരളം പോലെ ഒരു പുരോഗമന സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന BLOമാർക്ക് ഇതുപോലെയുള്ള പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ, ഈ SIR നടപ്പാക്കിയ ബീഹാർ പോലെ ഒരു സ്ഥലത്ത് 65 ലക്ഷം മനുഷ്യർ അതിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ, വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ? എത്ര പേരെ BLOമാർക്ക് അവിടെ സന്ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം? ഇത്രയൊന്നും യാത്രാ സൗകര്യങ്ങളില്ലാത്ത വളരെ റിമോട്ടായിട്ടുള്ള പ്രദേശങ്ങളിൽ, സാക്ഷരത വളരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ, മനുഷ്യർക്ക് ഇത്തരം കാര്യങ്ങളിൽ അറിവ് വളരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ, ഒരുപാട് പേർ മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ ഇവിടെയുള്ള മനുഷ്യരൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് 65 ലക്ഷം പേര് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അതിലേറെയും മതന്യൂനപക്ഷ വിഭാഗങ്ങളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുമാണ് പുറത്തു പോയിട്ടുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഇത്രയും പേർ പുറത്തു പോയപ്പോൾ അവിടെ BJP ജയിച്ചതിൽ വല്ല അത്ഭുതമുണ്ടോ? സ്വാഭാവികമായിട്ടും അവിടുത്തെ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യേണ്ട വലിയൊരു വിഭാഗം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് ഈ തീർത്തും അപ്രായോഗികമായിട്ട് നടപ്പാക്കിയിട്ടുള്ള SIR തന്നെയാണെന്ന് നമുക്ക് ഇപ്പോൾ ഇവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നിസ്സംശയം പറയാൻ സാധിക്കും. ഇപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യം പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ BLOമാർക്ക് നേരിടുന്ന വലിയ തോതിലുള്ള സമ്മർദ്ദം ഈ സഹോദരി പറയുന്ന സമയത്ത് ഞെട്ടലോട് കൂടിയിട്ടാണ് കേരളത്തിലെ സമൂഹം കേൾക്കുന്നത്. അടിയന്തരമായിട്ടുള്ള ഇടപെടൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം സർക്കാരുകളും ഇക്കാര്യത്തിൽ ചെയ്യണം. ഇവരെ കൊലയ്ക്ക് കൊടുക്കരുത്. കാരണം എത്ര ദിവസമെടുത്താലും കഴിയാത്ത ഈ ഒരു വലിയ ജോലിഭാരം കേവലം കുറച്ച് ദിവസങ്ങൾ മാത്രം നിശ്ചയിച്ചു കൊടുത്ത് അവരെ കൊണ്ട് സമ്മർദ്ദത്തിലാക്കി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അത് ഒട്ടും തന്നെ അനുവദിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇത് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള സമീപനമാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ഇടപെടണം. ഇത് സുപ്രീം കോടതിയിൽ പോയി കേസ് വാദിക്കട്ടെ എന്നല്ല ഈ കാര്യത്തിൽ പറയേണ്ടിയിരുന്നെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാടുകളും നടപടികളും വേണമായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് കേവലം ഒരു യന്ത്രമോ യാന്ത്രിക സംവിധാനമോ അല്ല, മനുഷ്യർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ബോധ്യമാണ്. 1. 2, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ സമ്മർദ്ദത്തിന് പുറമെ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളും ഈ BLOമാരെ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അതിലധികം ദൗർഭാഗ്യകരമാണ്. ഇപ്പോൾ അനീഷ് ജോർജുമായി ബന്ധപ്പെട്ട ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസിൻ്റെ BLAയെ കൂടെ കൊണ്ടു നടന്നാൽ കള്ളക്കേസിൽ കൊടുക്കുമെന്ന ഭീഷണിയുണ്ടെന്നാണ്. ആര് ഭീഷണിപ്പെടുത്തി? CPMൻ്റെ ഭീഷണിയുണ്ട്. ഇവിടെ BJPയും CPMും ഒക്കെ ഈ SIR നടപടികളെ അവർക്ക് അനുകൂലമായി മാറ്റാനുള്ള പരിശ്രമം നടത്തുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു BLA കൂടെ പോയി കഴിഞ്ഞാൽ ലഘുലേഖ കൊടുത്തു എന്ന് കള്ളക്കേസ് ഉണ്ടാക്കി ഉപദ്രവിക്കുമെന്ന ഭയം അയാളെ സംബന്ധിച്ച് വല്ലാത്തോടത്തോളം ഉണ്ടായിരുന്നു എന്ന് പുറത്ത് കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് എന്ന് പുറത്തുവിട്ട ശബ്ദരേഖകളിൽ വ്യക്തമായിരിക്കുകയല്ലേ. അപ്പം എത്ര ക്രൂരമായിട്ടുള്ള സമീപനമാണ് ഇക്കാര്യത്തിൽ CPMും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ BLOമാരെ ഇതുപോലെ ഭീഷണിപ്പെടുത്തുകയും BLOമാർക്ക് ജോലിഭാരം
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന അതേ ഘട്ടത്തിൽ തന്നെ CPM നേതൃത്വം ഇതിൽ SIR-ലൂടെ വോട്ടർ പട്ടികയെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള പരിശ്രമം നടത്തുന്നത് പ്രതിഷേധാർഹമാണ്. അവിടുത്തെ ജനാധിപത്യപരമായ അവകാശമാണ് BLA-മാർക്ക് കൂടെ പോവുക എന്നുള്ളത്. അത് നിഷേധിക്കുകയും ഈ BLO-മാരെ സമ്മർദ്ദത്തിലാക്കി കോൺഗ്രസിന്റെ പ്രതിനിധികൾ ആരും ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു തിട്ടൂരം നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ശക്തമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. ഇത് സംബന്ധിച്ച് കൃത്യവും വ്യക്തവുമായിട്ടുള്ള അന്വേഷണം വേണം. ഈ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ പുറത്തു വരേണ്ടതുണ്ട്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.